നമസ്കാരം. ഈ ട്രാവൽ ആൻഡ് ബീറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അയർലൻഡിലെ ക്രൂഗൂഡ് മലനിരകളിലേക്കാണ്. ഒഴിവുകാലം ആസ്വദിച്ച് താമസിക്കാനും ട്രക്കിങ്ങിനുമായി ഒരുപാട് പേർ തിരഞ്ഞെടുക്കാറുള്ള ഈ വനപ്രദേശം ഡബ്ലിൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൈൻമരങ്ങളാൽ സമൃദ്ധമായ കാടുകൾ, മലമുകളിൽ നിന്നും നോക്കിയാൽ ഡബ്ലിൻ സിറ്റിയുടെ മനോഹാരിത. ഒരു സ്ഥലത്ത് അറ്റ്ലാന്റിക് സമുദ്രം കരയെ തലോടുന്നതും മറുവശത്ത് നഗരത്തിന്റെ കെട്ടിട സമുച്ചയങ്ങളുടെ കാഴ്ചകളും. സൂര്യോദയം കാണാനിറങ്ങിയാലോ എന്നത് അച്ചുവിന്റെ ഐഡിയയായിരുന്നു. പുലർച്ചെ 5 മണിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങി. ചാലയിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ ദൂരമേയുള്ളൂ ഈ പ്രദേശത്തേക്ക്. വെറും 20 മിനിറ്റ് യാത്ര കൊണ്ട് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. നല്ല തണുപ്പും ഒപ്പം തിരക്കുകളില്ലാത്തതിന്റെ ശാന്തതയും ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ഞങ്ങൾ 3 പേരും മലമുകളിലേക്ക് നടന്നു കയറി. മഞ്ഞിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേക ഭംഗിയാണ് അവർക്ക്. ഞങ്ങൾ മലമുകളിലേക്ക് കയറുമ്പോൾ ഒരുപാട് പൂക്കൾ ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. സഞ്ചാരികൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിരാവിലെ വന്നാൽ വർണ്ണാഭമായൊരു സൂര്യോദയം മനസ്സിലേക്ക് ഒപ്പിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അന്നത്തെ കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം 6:10 സൂര്യോദയം. പക്ഷേ ആ തണുപ്പുകൊണ്ടൊക്കെ ആയിരിക്കണം പുള്ളിക്കാരൻ കുറച്ചധികം നേരം കിടന്നുറങ്ങിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കാർമേഘം കൊണ്ട് നിർമ്മിച്ച പതുപതുത്ത പുതപ്പിൽ നിന്നും പതിയെ മടിയോടെ പുറത്തു വരുന്ന സൂര്യൻ. ആഹാ! കുറച്ചുനേരം ഞങ്ങൾ ആ മനോഹര ദൃശ്യം കണ്ടു നിന്നു. ഒടുവിൽ മനസ്സു നിറഞ്ഞൊരു കാഴ്ചയെ ഹൃദയത്തിലും ഒപ്പം കയ്യിലെ ക്യാമറയിലും പകർത്തി ഞങ്ങൾ പതിയെ മലയിറങ്ങി. സൂര്യനെന്നും ഉദിക്കാറുമുണ്ട്, അസ്തമിക്കാറുമുണ്ട്. നമ്മളതങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. എന്നാലും ചില സ്ഥലങ്ങളിൽ നിന്ന് ആ ഒരു സൺറൈസ് കാണാൻ അതൊരു പ്രത്യേക വൈബാണ്. ശരിയല്ലേ? ഞങ്ങളുടെ യാത്രാവിവരണം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.